ഒരു ബിസിനസ് എങ്ങനെയാണ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ക്രിയേറ്റ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിലേക്ക് അത് ഡെലിവർ ചെയ്യുന്നത്, മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിനെ റിലേറ്റഡ് ആണ് ഏത് ബിസിനസ് മോഡലാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ബിസിനസ് മോഡൽസ് ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു വിവരണമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യത്താണ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഇതിലാദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് B2B ബിസിനസ് മോഡലിനെ കുറിച്ചാണ്. B2B എന്ന് പറയുന്നത് ബിസിനസ് ടു ബിസിനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് സേവനങ്ങളോ പ്രൊഡക്ട്സോ കൈമാറുന്നതിനെയാണ് നമ്മൾ B2B എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആലിബാബ, ഉഡാൻ ഒക്കെ പോലെയുള്ള സൈറ്റുകൾ B2B ബിസിനസ് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. ബൾക്ക് ഓർഡേഴ്സ് ആയിരിക്കും ഇവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നത്. കാരണം ബിസിനസ്സുകളുമായിട്ട് തന്നെയാണ് ഇടപാടുകൾ. അപ്പോൾ ഹോൾസെയിലായിട്ട് ഒരു ബിസിനസ്സിന് മറ്റൊരു ബിസിനസ് നടത്താനുള്ള സേവനങ്ങളോ പ്രൊഡക്ട്സോ കൊടുക്കുന്ന രീതിയിലാണിത് വർക്കാവുന്നത്. അപ്പോൾ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ആയിരിക്കും പ്ലേസ് ചെയ്യപ്പെടുന്നത്. സാധാരണ രീതിയിൽ ഇത് ഒരു തവണ ഒരു ബിസിനസ്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അതായത് റിപ്പീറ്റഡ് ആയിട്ട് അതേ ബിസിനസ്സിൽ നിന്ന് എടുക്കുന്ന രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലാണിത് വർക്കാവുന്നത്. രണ്ടാമത്തേതാണ് B2C ബിസിനസ് ടു കസ്റ്റമർ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡലിൽ ബിസിനസ്സുകൾ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നതോ അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുന്നതോ ഡയറക്റ്റ്ലി ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനാണ് കൊടുക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം മുഖാന്തരം. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഒക്കെ പോലെയുള്ള വെബ്സൈറ്റുകൾ. ഇവർക്ക് ലാർജ് ആയിട്ടുള്ള കസ്റ്റമർ ബേസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് ആയിരിക്കും. ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണോ അവർ പ്രൈസ് പ്രൊഡക്റ്റിന് കൊടുക്കുന്നത് അതേനോട് മാച്ചായി പോകുന്ന രീതിയിൽ അതിനൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കും മറ്റ് ബ്രാൻഡ്സും വർക്കാവുന്നത്. അപ്പോൾ ഇവരെല്ലാം ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ കൂടുതൽ നന്നാക്കാം, ഫാസ്റ്റായിട്ട് എങ്ങനെ ഡെലിവറി ചെയ്യാം, എങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാം എന്നുള്ളതായിരിക്കും അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് B2C ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അടുത്ത ഓൺലൈൻ ബിസിനസ് മോഡലാണ് D2C അഥവാ ഡയറക്റ്റ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ബ്രാൻഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു, അവരുടെ ഓൺ പ്രൊഡക്ട്സ് ഡയറക്റ്റ്ലി കൺസ്യൂമേഴ്സിന് സെല് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു D2C മോഡൽ എന്ന് പറയുന്നത്. അതായത് മിഡിൽ മാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവരുടെ ഇടയ്ക്ക് അതായത് മാനുഫാക്ചറർ ഡയറക്റ്റായിട്ട് തന്നെ കൺസ്യൂമേഴ്സിന് പ്രൊഡക്ട്സ് കൊടുക്കുകയാണ്. ഹോൾസെയിലേഴ്സോ റീറ്റെയിലേഴ്സോ ഒന്നും തന്നെ ഇടയ്ക്ക് വരുന്നില്ല. മമ്മ എർത്ത്, ബോട്ട് പോലെയുള്ള പ്രൊഡക്ട്സൊക്കെ ഇങ്ങനെയാണ് ഡയറക്റ്റ് ടു കൺസ്യൂമറാണ് വർക്കാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹയർ ആയിട്ടുള്ള പ്രോഫിറ്റ് മാർജിൻ ആയിരിക്കും. അതായത് മാനുഫാക്ചറേഴ്സിന് ഡയറക്റ്റ് അവരുടെ പ്രോഫിറ്റ്സ് കിട്ടുവാണ്. അതാർക്കും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മിഡിൽ മാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ. ബ്രാൻഡ്സിന് അവരുടെ ബ്രാൻഡിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ കിട്ടുവാണ്. കൺസ്യൂമർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അത് ഡയറക്റ്റ് ചെയ്താൽ മതി, വേറൊരാളുടെയും സഹായം എടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും വെബ്സൈറ്റിലൂടെ ഇവർക്ക് നല്ലൊരു ഓൺലൈൻ പ്രസൻസ് ഉണ്ടാവും. കാരണം ഇവർ ഡയറക്റ്റ് ആണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതൊരു മെയിൻ ഫോക്കസ് ആയിരിക്കും. അടുത്തൊരു ബിസിനസ് മോഡലാണ്, ഓൺലൈനായിട്ടുള്ളൊരു ബിസിനസ് മോഡലാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കൺസ്യൂമർ മറ്റു കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ്ലി പ്രൊഡക്ട്സ് സെല് ചെയ്ത് കൊടുക്കുകയാണ്, പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസസൊക്കെ. അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോം, ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം മുഖാന്തരമാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ OLX, eBay, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഒക്കെ ഈ ഒരു C2C ബിസിനസ് മോഡലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഒരു പിയർ ടു പിയർ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. യൂസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കോമൺലി ഇവർ കൈമാറുന്നത്. അപ്പോൾ ഇതിന് ലിസ്റ്റ് ചെയ്യുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആഡ്സോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലിസ്റ്റിങ് ബൂസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഇവർ കൺസ്യൂമറിനെ കണ്ടെത്തി ആവശ്യക്കാർക്ക് ഈ പ്രൊഡക്ട്സ് എത്തിക്കുന്നത്. അടുത്തതാണ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ബിച്ച് ബോക്സ് ഒക്കെ പോലെ കസ്റ്റമേഴ്സ് റെഗുലർലി, അതായത് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഇയർലിയോ ഒക്കെ റിക്കറിംഗ് ആയിട്ട് ഒരു ഫീ ഇങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റോ സർവീസസോ ആക്സസ് ചെയ്യാനായിട്ട് ഇവരിങ്ങനെ റിക്കറിംഗ് ആയിട്ട് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. കയ്യിൽ ഒരു പ്രൊഡക്റ്റും സ്റ്റോർ ചെയ്ത് വെക്കാതെ തന്നെ പ്രൊഡക്ട്സ് റീറ്റെയിൽ ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവർ സപ്ലയറിൻ്റെ അടുത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് തന്നെ ഡയറക്റ്റ്ലി കസ്റ്റമർക്ക് അത് അയച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സ്റ്റോക്ക് ഈ ഒരാൾ
കയ്യിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സ്റ്റോഴ്സ്, ഷോപ്പിഫൈ, ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോഴ്സൊക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി സ്റ്റോക്കൊന്നും തന്നെ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു സപ്ലയർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് സപ്ലയേഴ്സ് നല്ല പ്രൊഡക്ട്സ് ഉള്ള ഒരു ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് അവരുടെ അടുത്ത് തന്നെ ആ പ്രൊഡക്ട്സ് ഓർഡർ വരുന്നതിനനുസരിച്ച് അയച്ചു കൊടുക്കാനുള്ള വർക്ക്സൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ബിസിനസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ മാർജിൻസ് പൊതുവെ കുറവായിരിക്കും, മാത്രമല്ല ഹൈ കോമ്പറ്റീഷനും ആയിരിക്കും. അപ്പോൾ ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ് നമ്മൾ കണ്ടു. ഇനി പ്രൊഡക്റ്റ് ബേസ്ഡ് മോഡൽസ് നമുക്ക് നോക്കാം. നമുക്ക് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും സാധിക്കുന്ന പ്രൊഡക്ട്സ് ബിസിനസ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് മോഡലിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ബിസിനസ് മോഡൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലാദ്യത്തേതാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഈ ഒരു ബിസിനസ് മോഡലിൽ ബിസിനസ്സുകൾ അവരുടേതായിട്ടുള്ള ഓൺ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർ ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സിന് ചിലപ്പോൾ സെല് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുഖാന്തരമോ റീറ്റെയിലേഴ്സ് മുഖാന്തരമോ ആയിരിക്കും അവരുടെ പ്രൊഡക്ട്സ് ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു രീതി തന്നെയാണിത്. ഇവർക്ക് പ്രൊഡക്റ്റ് ക്വാളിറ്റീൻ്റെ മുകളിൽ കംപ്ലീറ്റ് കൺട്രോളാണ്, കാരണം ഇവർ തന്നെയാണല്ലോ അത് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഈ ബിസിനസ് മോഡൽസിന് അവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയുടെ മുകളിൽ കൺട്രോൾ എന്ന് പറയുന്നത് ഫുൾ ആയിട്ടുള്ള കൺട്രോൾ തന്നെ ലഭിക്കുന്നതാണ്. മാത്രമല്ല ഇവർക്ക് പ്രോഫിറ്റ് മാർജിൻസ് ഏറ്റവും ഹൈ ആണ്. കാരണം ഇവരുടെ അടുത്തുനിന്ന് ഇവരാണത് മാനുഫാക്ചർ ചെയ്യുന്നത്, അവരുടെ കോസ്റ്റ് എത്രയാണെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. എത്ര പ്രോഫിറ്റ് വരെ അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുമോ അത്രയും ഹയർ ആയിട്ടുള്ള പ്രോഫിറ്റ്സ് അവർക്ക് സെറ്റ് ചെയ്യാം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കൺസ്യൂമേഴ്സിന് എങ്ങനെ ചാർജ് ചെയ്യണമെന്നുള്ളത് ഇവർക്ക് ഡിസൈഡ് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഈ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു മെഷീനറിക്കോ റോ മെറ്റീരിയൽസിനോ ലേബറിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടായിരിക്കും ഇനീഷ്യലി. അതാണ് ഈ ഒരു ബിസിനസ് മോഡലിൻ്റെ പ്രത്യേകത വരുന്നത്. രണ്ടാമതാണ് വൈറ്റ് ലേബലിംഗ് എന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് ലേബലിംഗ് എന്ന് പറയുന്നത്. വൈറ്റ് ലേബലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജനറിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതായത് ബ്രാൻഡ് നെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ജനറിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു മാനുഫാക്ചർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാനുഫാക്ചറുടെ അടുത്ത് നമുക്ക് പറയാം നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം ഞാൻ സെറ്റ് ചെയ്യുകയാണ്, അപ്പോൾ ആ ഒരു ബ്രാൻഡ് നെയിമിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഇറക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജനറിക് പ്രൊഡക്റ്റ് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ അവർ ലേബൽ ചെയ്ത് തരുന്നതിനെയാണ് നമ്മൾ വൈറ്റ് ലേബലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണ്, വൈറ്റ് ലേബലിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാനുഫാക്ചറർ ഓൾറെഡി ഒരു ഹെയർ ഓയിൽ നിർമ്മിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയുകയാണ് നിങ്ങളുടെ ഈ ഹെയർ ഓയിൽ എൻ്റെ ഒരു ബ്രാൻഡ് നെയിം, ഇപ്പോൾ ബിസിനസ് ബസ് എന്നാണ് നമ്മുടെ നെയിം, അപ്പം BB ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് BB ഹെയർ ഓയിൽ എന്ന നെയിമിൽ നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് തരുമോ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വൈറ്റ് ലേബലിംഗ് എന്ന് പറയാം. അതായത് അവരുടെ അതേ ഫോർമുലയിൽ തന്നെ അവർ അതേ പ്രൊഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് തരും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് പ്രൈവറ്റ് ലേബലിംഗ് എന്ന് പറയുന്നത്. ഇത് വൈറ്റ് ലേബലിംഗ് ആയിട്ട് വളരെ സിമിലറാണ്, സെയിം തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് എൻ്റെ ഹെയർ ഓയിൽ, അവർ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിൽ അലോവേര ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല, അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഒരു കസ്റ്റം ഫോർമുല ആയിട്ട് ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അതിന് ഇന്ന ഇൻഗ്രീഡിയൻസ് വേണം, ഇന്ന രീതിയിലായിരിക്കണം നിങ്ങളത് നിർമ്മിക്കേണ്ടത്, അതിൻ്റെ പാക്കേജിങ് ഇന്ന രീതിയിൽ വരണം, അതിൻ്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കുറേ സജഷൻസ് കൊടുത്ത് അതിനനുസരിച്ചിട്ട് അവർ പ്രൊഡക്റ്റ് ഓൾട്ടർ ചെയ്തിട്ടാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രൈവറ്റ് ലേബലിംഗ്, അതായത് എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് എനിക്ക് അവർ സ്യൂട്ടാക്കി തരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൈവറ്റ് ലേബലിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ബ്രാൻഡ് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നിങ്ങളായിട്ട് ഇനി ചെയ്യേണ്ടതില്ല. ബ്രാൻഡിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ലോഞ്ച് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. യാതൊരു രീതിയിലുള്ള ഇൻഹൗസ് പ്രൊഡക്ഷൻ്റെ ആവശ്യവും വരുന്നില്ല. കാരണം അത് നിങ്ങൾ സോഴ്സ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് സ്കിൻ കെയർ ഐറ്റംസ്, അതുപോലെ ഫുഡ്, സപ്ലിമെൻറ്റ്സ്, ഫാഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നിഷിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തതാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ POD എന്ന് പറയുന്നത്. പ്രൊഡക്ട്സ് ഈ ടീഷർട്ട്സ്, മഗ്, നോട്ട്ബുക്സ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. ആ ഒരു കസ്റ്റം ഡിസൈൻ അനുസരിച്ചിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യപ്പെടുകയാണ്. അതേ രീതിയിൽ നമുക്ക് ഈ ടീഷർട്ടിൻ്റെ മുകളിൽ, മഗിൻ്റെ മുകളിൽ, നോട്ട്ബുക്സിൻ്റെ മുകളിലൊക്കെ കസ്റ്റമായിട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു ഓർഡർ കിട്ടുന്നു, അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നു.
അപ്പോൾ ജസ്റ്റ് ജനറിക്കായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട്സ്, പ്ലെയിൻ ആയിട്ടുള്ള മഗ്സ്, പ്ലെയിൻ ആയിട്ടുള്ള നോട്ട്ബുക്സ് ഇതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. എപ്പോഴാണോ ഓർഡർ വരുന്നത് അതിനനുസരിച്ച് പ്രിൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡിസൈനേഴ്സ്, ക്രിയേറ്റേഴ്സിനൊക്കെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ പ്രോഫിറ്റ് മാർജിൻസ് ഇനീഷ്യലി അല്ലെങ്കിൽ ലോവർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. ഡെലിവറിയും കുറച്ച് സ്ലോ ആയിരിക്കും, കാരണം ഓരോ ഓർഡേഴ്സും വരുന്നതിനനുസരിച്ചിട്ട് പാക്ക് ചെയ്ത് വിടുന്നതായതുകൊണ്ട് അത് സമയമെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നാലാമത്തെ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം സുപരിചിതമായിട്ടുള്ള ഹോൾസെയിൽ ബിസിനസ് മോഡലാണ്. അതായത് ബൾക്കായിട്ട് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്ട്സ് വാങ്ങുക. അതിനുശേഷം റീറ്റെയിലേഴ്സിനോ റീസെല്ലേഴ്സിനോ കുറച്ചുകൂടി മാർജിൻ എടുത്തിട്ട് പ്രൊഡക്ട്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഹോൾസെയിലായിട്ട് ഡീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ മാർട്ട് സെല്ലേഴ്സ്, മെട്രോ ഹോൾസെയിൽ ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ബൾക്ക് ട്രാൻസാക്ഷൻസ് ആയിരിക്കും എന്നുള്ളതും, പിന്നെ ഓരോ പ്രൊഡക്റ്റിനും ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടുമല്ലോ, അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. അടുത്തത് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് മോഡലാണ്. ഇതിലാണ് ഫ്രീലാൻസിങ്, കൺസൾട്ടിങ് ഒക്കെ വരുന്നത്. ഫ്രീലാൻസിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഓഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എൻ്റെ സർവീസസ് ഒക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, എൻ്റെ സ്കില്ല്, എൻ്റെ നോളജൊക്കെ നിങ്ങൾക്കൊരു പ്രൊജക്റ്റിൻ്റെ, അതായത് നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. ആ ഒരു പ്രൊജക്റ്റ് ഞാൻ ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 1 hour ഒരു അവർലി ബേസിസിൽ ഞാൻ നിങ്ങളെ ചാർജ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതിനെയാണ് നമ്മൾ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു ഓഫീസോ കാര്യങ്ങളോ ഇല്ല, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ആണ് ഇത് നടക്കുന്നത്. ഇൻഡിവിജ്വൽ ടു ബിസിനസ്സും ഇത് നടക്കും. അപ്പം ജസ്റ്റ് ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ആൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു ഫ്രീലാൻസ് ആയിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഓഫീസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ റേറ്റ്സ് കമ്പാരിറ്റീവ്ലി ലോവർ ആയിരിക്കും മാർക്കറ്റ് സ്റ്റാൻഡേർഡിനേക്കാളും. എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇവർക്ക് വർക്ക് ചെയ്യാം. ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റാണ്, കാരണം ഓഫീസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവരുടെ ഇൻകം കംപ്ലീറ്റ്ലി അവരുടെ അവൈലബിലിറ്റീനെയും അവരുടെ ക്ലയൻറ്റ് ബേസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അവർക്ക് എത്രത്തോണ്ട് സമയം, എത്രത്തോണ്ട് വർക്ക്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡും, എത്രത്തോണ്ട് വർക്ക്സ് എത്രത്തോണ്ട് ക്ലയൻസിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻസാണ് അവരുടെ ഇൻകം വരുന്നത്. അടുത്തതാണ് ഏജൻസി മോഡൽ എന്ന് പറയുന്നത്. അതായത് ഒരു ടീം, ഒത്തിരി പേരടങ്ങുന്ന ഒരു ടീം ഒരു കമ്പനി നെയിമിൻ്റെ താഴെയായിട്ട് കുറച്ച് സർവീസസ് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഏജൻസി, ഇങ്ങനെ ഒരു ടീമാണ് സർവീസസ് ഓഫർ ചെയ്യുന്നത് ഒരു കമ്പനി നെയിമിൽ എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഏജൻസി മോഡൽ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് കോച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ കോഴ്സസ് കൊടുക്കുക, പേഴ്സണലായിട്ട് മെൻറ്ററിങ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് കോച്ചിങ് ആൻഡ് ട്രെയിനിങ്ങിൽ പെടുത്താവുന്ന കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് തരുന്ന ഒരാൾ, അതൊക്കെയാണ് ഇതിനകത്ത് പെടുത്താവുന്ന സർവീസസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസുകൾ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിലൊന്നാണ് 2 സൈഡഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഇപ്പം ആമസോണൊക്കെ പോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ എയർബിഎൻബി ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ആമസോണിൽ എന്താ സംഭവിക്കുന്നത്, ജസ്റ്റ് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കണക്ട് ചെയ്യുകയാണ്, അല്ലാതെ ആമസോൺ ഇൻവെൻട്രി ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 2 സൈഡഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എയർബിഎൻബി, അതായത് പ്രോപ്പർട്ടി ഓണേഴ്സിനെയും അത് റെൻറ്റിന് എടുക്കാൻ താല്പര്യമുള്ളവരെയും കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇവർ സ്പേസസോ കാര്യങ്ങളോ ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്യുന്ന കാര്യം. അടുത്തതാണ് P2P അഥവാ പിയർ ടു പിയർ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് സർവീസ് പ്രൊവൈഡേഴ്സുമാണ്, കസ്റ്റമേഴ്സുമാണ്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈവർ, ഫ്രീലാൻസേഴ്സും ക്ലയൻസും എല്ലാം ഉള്ള പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഊബറിൽ ഡ്രൈവേഴ്സ് ഉണ്ട്, അതുപോലെ റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഏത് റോൾ എടുക്കാം എന്നുള്ളത്. അപ്പം ഇതിനെയാണ് നമ്മൾ പിയർ ടു പിയർ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് മൾട്ടി വെൻഡർ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ സെല്ലേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് അവരുടെ പ്രൊഡക്ട്സ് ഡയറക്റ്റ്ലി കൺസ്യൂമേഴ്സിന് സെല്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് പ്ലേസ് ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യും, പേയ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യും, കസ്റ്റമർ ഇൻറ്ററാക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യും. പക്ഷേ എങ്ങനെയാണ് ഇവരുടെ ഒരു ഓൺ ഇൻവെൻട്രി ഇവർക്ക് ഉണ്ടാവില്ല. ഇതിൻ്റെ എക്സാമ്പിളാണ് എറ്റ്സി, അതുപോലെ ഈബേ എന്നൊക്കെ പറയുന്നുള്ള പ്ലാറ്റ്ഫോംസ്.
അടുത്തത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ബിസിനസ് മോഡൽസ് ആണ്. സാസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അത് ഷോപ്പിഫൈ, ക്യാൻവ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇത്. റിക്കറിംഗ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒക്കെ നമുക്ക് പേ ചെയ്ത് ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആണിത്, ഷോപ്പിഫൈ, ക്യാൻവ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ആണ് അവരൊരു സർവീസായിട്ട് ഓഫർ ചെയ്യുന്നത്. രണ്ടാമതാണ് കണ്ടൻറ് സബ്സ്ക്രിപ്ഷൻ, അതായത് സബ്സ്ക്രൈബേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് കൊടുക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടൻറ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോരാതെ മെമ്പർഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് നമുക്ക് ഓഫർ ചെയ്യാം. ആമസോൺ പ്രൈം പോലെയൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്സസ് ഈ സബ്സ്ക്രൈബേഴ്സിന് മാത്രം, പേ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് മാത്രം കൊടുക്കുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ആമസോൺ പ്രൈം ഇതിനൊരു എക്സാമ്പിളാണ്. അതായത് മെമ്പേഴ്സിന് ഡെലിവറി ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ്, പെർക്സൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് എഫിലിയേറ്റ് ആൻഡ് കമ്മീഷൻ ബേസ്ഡ് മോഡൽസ് എന്ന് പറയുന്നത്. അതിലാണ് എഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആദ്യമായിട്ട് വരുന്നത്. അതായത് പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് കമ്മീഷൻ കൊടുക്കുന്ന രീതിയിൽ. ആമസോൺ അസോസിയേറ്റ്സ് അതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ ബ്രോക്കറേജ് മോഡൽ, ഓരോ ട്രാൻസാക്ഷനും ഒരു കമ്മീഷൻ ചാർജ് ചെയ്യുന്ന രീതിയിൽ. അതായത് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇവരൊക്കെ ബ്രോക്കറേജ് മോഡലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തൊരു ബിസിനസ് മോഡലാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, ലോകത്തിലെ പലയിടങ്ങളിലായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുന്നതിനായിട്ട് ഒരു ബിസിനസ് അതിൻ്റെ റൈറ്റ്സ് തേർഡ് പാർട്ടീസിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുക. ഇതിന് എക്സാമ്പിളാണ് മെക്ഡൊണാൾഡ്സ്, സ്റ്റാർബക്സ്, KFC ഒക്കെ പോലെയുള്ള ബിസിനസ്സുകൾ. ഇനി ഇത് കൂടാതെ ഉള്ളതാണ് ഹൈബ്രിഡ് ബിസിനസ് മോഡൽസ്. അതായത് ഇപ്പോൾ കൊമേഴ്സ് ബിസിനസ് മോഡലും സബ്സ്ക്രിപ്ഷനും കൂടെ, അതായത് പ്രൊഡക്റ്റ് സെയിലും സബ്സ്ക്രിപ്ഷനും, ബ്യൂട്ടി ബോക്സസ് ഒക്കെ റിക്കറിംഗ് ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെൽ ചെയ്യുന്ന രീതിയിൽ, അതായത് ബോത്ത് ഇൻ സ്റ്റോറും ഓൺലൈനും ആപ്പിൾ സ്റ്റോഴ്സും അവരുടെ വെബ്സൈറ്റും അങ്ങനെ രീതിയിൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഒരു ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ ഹൈബ്രിഡ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്റ്റും സർവീസസും, അതായത് ഒരു വെബ്സൈറ്റ് ബിൽഡിംഗ് ഒരു സോഫ്റ്റ്വെയർ അവർ സർവീസസും ഓഫർ ചെയ്യുകയാണ്. അതായത് വെബ്സൈറ്റ് ബിൽഡിംഗ് ഞങ്ങൾ ചെയ്തു തരികയും ചെയ്യും, ഞങ്ങളുടെ വെബ്സൈറ്റ് ബിൽഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാമെന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്ട്സും സർവീസസും കൊടുക്കുന്ന ഒരു ഹൈബ്രിഡ് ബിസിനസ് മോഡലിൻ്റെ എക്സാമ്പിളാണ്.